കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കേട്ടോ. ഇതിവിടെ അല്ലേ മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ ആ പാലം വരുന്നുണ്ട്, റോഡ് മുറിഞ്ഞിടക്കുന്നു. എൻ്റെ മുന്നിൽ പഴയ കാഷ്വാലിറ്റിൻ്റെ മുന്നിലായിട്ട് ഇരിക്കുന്നത്. ഇവിടെ നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലം. അപ്പോൾ ഒഴിവ് സമയം ഇവിടെ വന്നിരിക്കട്ടെ. അപ്പോൾ താഴെക്കൂടെ ബസ്സും വാഹനമൊക്കെ പോണത് ഇങ്ങനെ കാണാം. ഇതിലൂടെ പ്ലാവ് ഉണ്ട്, അതിന് ചക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം കാറ്റ് കിട്ടുന്ന സ്ഥലമാണ്. ഇവിടെ ഫ്രീ ടൈമിലൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കും കേട്ടോ. കണ്ടോ, ടൈലൊക്കെ ഇട്ട സ്ഥലമാണ്. ഇവിടെ ഇരിക്കാനൊക്കെ നല്ല സൗകര്യമൊക്കെ ഉണ്ട്. താഴെ ഭാഗത്താണ് കനവിൻ്റെ ഭക്ഷണമൊക്കെ. പകൽ സമയം വണ്ടിയിൽ വന്ന് കുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ പെരും ചൂട്. ഉണ്ടോ, എല്ലായിടത്തും നല്ല ചൂടുണ്ട്. കുടിവെള്ളം വെള്ളമൊക്കെ ഇഷ്ടം പോലെ. വെള്ളം കുടിച്ചിട്ടാണ് ആരില്ല, ചൂടാ. എന്തൊരു ചൂടാണ്. കൊതുകും ഭയങ്കര ശല്യമുണ്ട്. പുറത്തിറങ്ങിയല്ലേ, ഇവിടെ പുളിമരം കണ്ട, ഇതിൻ്റെ ചുവട്ടിലോട്ടോ വണ്ടി നിർത്തിക്കണ പാർക്കിങ്ങിൽ. പിന്നെ ഫുള്ള് ഇല ഇങ്ങനെ വീണ് കൊടുക്കും. ഇതിൻ്റെ അടുത്തായിട്ടാണ് കുറച്ചെങ്കിലും തണലുണ്ട് കേട്ടോ. വണ്ടികളൊക്കെ കുറേയൊക്കെ പോയിക്കണം. ഇന്ന് വൈകിട്ടില്ല ഭക്ഷണം എന്താണെന്നല്ലേ കാണാം. ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ അവിടെ ഫ്രീ ഭക്ഷണങ്ങൾ കുറേ കിട്ടും. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ ഭക്ഷണം എന്താണെന്നല്ലേ കാണിച്ചു തരാം. അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ കാർഡ് ഉണ്ടല്ലോ, അവിടുന്ന് തരുന്ന കാർഡ് പാസ്. ആ പാസ് കൊണ്ട് രാവിലെ 9 മണി മുതൽ 12 മണി വരെ കനവിൻ്റെ ആ പള്ളിയിൽ പോയാൽ അവിടെ ആ കൊടുത്തു കഴിഞ്ഞാൽ അവർ ടോക്കൺ തരും. അതുകൊണ്ട് പോയാൽ രാവിലെയും ചായയും കടിയും കിട്ടും, വൈകുന്നേരം കിട്ടുക. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. ചപ്പാത്തി രണ്ടാൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. ചപ്പാത്തി ഉണ്ടോ, അതേപോലെയൊക്കെ കറിയും കിട്ടും. കറിക്കൊക്കെ പാത്രം കുറച്ച് വലുതാണെങ്കിൽ കറി കുറച്ചും കൂടിയൊക്കെ കിട്ടും. ഉണ്ടോ, ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങണമെങ്കിൽ എത്ര റുപ്യ വരും. അപ്പോൾ ഇത് ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായവർക്കൊക്കെ വളരെ ഉപകാരമാണ് കേട്ടോ. വണ്ടിയിൽ കൊതുക് തിരൊക്കെ കത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പുളിമരമുണ്ട്, അതിൻ്റെ ചുവട്ടിൽ നിന്ന് ചാടുന്ന ഇതുണ്ട്. വേസ്റ്റുകളൊക്കെ അതൊക്കെ ഒന്ന് തട്ടി മാറ്റൊന്ന് വൃത്തിയാക്കിടാം. വെള്ളം കൊണ്ടുവന്നതൊക്കെ പകുതിയായിട്ടാണ്. ചമ്മൽ ചാടിയിട്ട് വെള്ളം കണ്ട് ഇതൊക്കെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. വെള്ളം ഏകദേശം ഉണ്ടോ പകുതി കഴിഞ്ഞിട്ടാണ്. വേണ്ട പുളിമരം ഈ പുളിമരത്തുമ്പോൾ എല്ലാം ഇങ്ങനെ കണ്ടമാനം ചാടും. അതൊക്കെ ഇപ്പോൾ കുറേ വണ്ടികളൊക്കെ പോയിട്ട് ഒഴിയുക. ഇവിടെ ഒക്കെ കണ്ട കുറേ ഉണ്ട്.
വണ്ടിയിൽ ഇതൊക്കെ ചാടി കിടക്കാം. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഇതാണ് ഇപ്പോഴത്തെ ജീവിതം.